റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക്. മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കാറ്റിൽ പറത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തെ മൃഗശാല. ഗുരുതര രോഗബാധിതരായ മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെ മൃഗശാലയിലെ മലിനജലം ഒഴുക്കിവിടുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ്. മൃഗശാലയിൽ നിന്നും പ്രതിദിനം പൊതു അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നത് 1.5 ലക്ഷം ലിറ്റർ മലിനജലമെന്ന് പഠന റിപ്പോർട്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ട് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഭരണസിരാ കേന്ദ്രത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് തിരുവനന്തപുരം മൃഗശാല. മൃഗശാലയിലെ മലിനജലം ശുദ്ധീകരിക്കാതെയാണ് പൊതു അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നത്. ഗുരുതര രോഗബാധിതരായ മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെയാണ് ജനവാസ മേഖലയിലേക്ക് ഒഴുക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. മൃഗശാലയിൽ പ്രതിദിനം 1.6 ലക്ഷം ലിറ്റർ മലിനജലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ശുദ്ധീകരിക്കാൻ മൃഗശാലയിൽ ഒരു സംവിധാനവുമില്ല. 2014 സ്ഥാപിച്ച ജലശുദ്ധീകരണ പ്ലാന്റ് പണിമുടക്കിയിട്ട് 4 വർഷം പിന്നിടുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിനു വേണ്ടി തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തിയ പഠനത്തിലാണ് സുപ്രധാന കണ്ടെത്തലുകൾ. മലിനജലത്തിനൊപ്പം ജൈവ ഖരമാലിന്യങ്ങളും കൃത്യമായി സംസ്കരിക്കുന്നില്ലെന്ന് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി 2024 ഓഗസ്റ്റ് 13 മലിനീകരണ നിയന്ത്രണ ബോർഡ് മൃഗശാലയിൽ പരിശോധന നടത്തി. പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. ജലശുദ്ധീകരണ പ്ലാന്റ് നോക്കുകുത്തിയാണെന്നും മൃഗാശുപത്രിയിലെ ബയോമെഡിക്കൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് ശാസ്ത്രീയമല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉടനടി പ്രവർത്തനക്ഷമമാക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകി 6 മാസം പിന്നിട്ടിട്ടും മൃഗശാല അധികൃതർക്ക് അനക്കമില്ല. മൃഗങ്ങളെ കുളിപ്പിക്കുമ്പോഴും കൂടുകൾ കഴുകുമ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന മലിനജലം ഒഴുകിയെത്തുന്നത് കനകനഗറിലെ അഴുക്കുചാലിലേക്ക്. ഇവിടെ നിന്നും പട്ടം, തേക്കിൻമൂട്, കണ്ണൻമൂല, പുത്തൻപാലം, പാറ്റൂർ വഴി ഒഴുകി പന്നിവിളാകത്ത് നിന്നും ഈ കാണുന്ന ആമയിഴഞ്ചാൻ തോട്ടിലേക്കും രോഗവാഹികയായി ആമയിഴഞ്ചാൻ തോട് ആക്കുളം കായലിലേക്ക്, പിന്നീട് അറബിക്കടലിലേക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മൂക്കിന് താഴെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ മൃഗശാല പ്രവർത്തിക്കുന്നത്. 36 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാലയിൽ 1031 മൃഗങ്ങളുണ്ട്. ക്ഷയരോഗബാധിതരായ മാനുകളുടെ വിസർജ്യം ഉൾപ്പെടെ പുറന്തള്ളുമ്പോഴും മൃഗശാലയ്ക്കെതിരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം തയ്യാറാകുന്നില്ലെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ ഋഷിപാൽ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമ്മുടെ നഗരഹൃദയത്തിലെ വലിയ കാഴ്ച ബംഗ്ലാവാണ്. ഈ കാഴ്ച ബംഗ്ലാവിലെ വിസർജ്യങ്ങളടക്കം മാലിന്യങ്ങളടക്കം നീക്കം ചെയ്യാൻ ഒരു സംവിധാനമില്ല എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ അഥവാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇപ്പോൾ സർവകലാശാല പ്രവർത്തിക്കുന്നതും ഈ കാഴ്ച ബംഗ്ലാവ് പ്രവർത്തിക്കുന്നതും. നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരും. ആർ റോഷിപാൽ, TV പ്രസാദ്, ആദിൽ പാലോട്, അരുൺ സോളമൻ എന്നിവരാണ് നമുക്കൊപ്പമുള്ളത്. ആദ്യം റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ, ഇപ്പോൾ ഉള്ളത് ഈ മ്യൂസിയത്തിൻ്റെ അവിടെയാണ്. റോഷി, നമ്മൾ പുറത്തുവിട്ട വാർത്ത വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഒരു നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഇത്രയും ഏക്കറിൽ 1000-ലധികം മൃഗങ്ങളുമായ ഒരു കാഴ്ച ബംഗ്ലാവ്. ആ കാഴ്ച ബംഗ്ലാവിൽ മാലിന്യം നിയന്ത്രിക്കുന്നതിനോ അതിനെ സംസ്കരിക്കുന്നതിനോ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല എന്നുള്ളതൊന്ന്. 2, അതിനുള്ള സംസ്കരണ യൂണിറ്റുകളെല്ലാം പണിമുടക്കുന്നു. ഈ ജലശുദ്ധീകരണ പ്ലാന്റ് അടക്കം പണിമുടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? 2 റിപ്പോർട്ടുകൾ കിട്ടുന്നു. അതിലൊന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച കോളേജിന് റിപ്പോർട്ട് കിട്ടുന്നു. പിന്നീട് മലിനീകരണ നിയന്ത്രണ ബോർഡും റിപ്പോർട്ടിന് നോട്ടീസും കൊടുക്കുന്നു. എന്നിട്ടും ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എത്രമേൽ ഗുരുതരമായ വിവരമാണിത്? നമ്മുടെ ഈ വാർത്തയുടെ പ്രാധാന്യം എന്താണ് ഋഷി? ഡോക്ടർ അരുൺകുമാർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ട പ്രകാരമാണ് തിരുവനന്തപുരം CETയിലെ വിദ്യാർത്ഥികൾ ഇത്തരമൊരു പഠനത്തിന് ഇറങ്ങിയത്. അങ്ങനെ ഒരു റിപ്പോർട്ട് പരിഗണിച്ചു തന്നെയാണ് 2024 ഓഗസ്റ്റ് മാസം 13 തീയതി ഈ കാണുന്ന തിരുവനന്തപുരം മൃഗശാലയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ വ്യാപകമായ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ തന്നെ റിപ്പോർട്ടിലുള്ളതിനേക്കാൾ ഗൌരവമായ ചില വിവരങ്ങൾ കൂടി അവർക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അധികം ദിവസം കഴിയാതെ തന്നെ അതേ മാസം ഓഗസ്റ്റ് 28 2024 നോട്ടീസ് നൽകുന്നു മൃഗശാലയ്ക്ക്. ഇവിടെ നിന്നും പുറത്തേക്കൊഴുക്കുന്നത് ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കുന്ന ജലമലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണം.
മാത്രവുമല്ല ഓരോ മാലിന്യങ്ങൾ, അത് ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തരംതിരിക്കാതെ അശാസ്ത്രീയമായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇതടക്കം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് നൽകിയിട്ടും ഈ മൃഗശാല അധികൃതർ ഒരനക്കം പോലുമില്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി നടപ്പിലാക്കാതെ മുന്നോട്ട് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോഴും ഈ മൃഗശാലയിൽ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല. ഇവിടെയുള്ള മൃഗങ്ങളുടെ വിസർജ്യമടക്കം ജലം ഏതാണ്ട് ഒരു ദിവസം 1.5 ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് നേരെ പൊതു അഴുക്കുചാലിലേക്ക് തള്ളിവിടുന്നത്. ആ അഴുക്കുചാൽ നേരെ ആമയിഴഞ്ചാൻ തൊട്ടിലടക്കം മലിനീകരണം ഉണ്ടാക്കുന്നു. നേരത്തെ ആമയിഴഞ്ചാൻ തൊട്ടിൽ ജോയി മുങ്ങി മരിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ മലിനീകരണ പ്രശ്നം ചർച്ചയായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മൃഗശാല അധികൃതർക്ക് നൽകിയ നിർദ്ദേശം എത്രയും പെട്ടെന്ന് ഈ ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ട് 8 മാസം പിന്നിടുന്നു. എന്നിട്ടും ഇവിടെ ജലശുദ്ധീകരണ പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു ഗൌരവമുള്ള പ്രശ്നം. അത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള, ഗുരുതരമായ രോഗങ്ങളുള്ള മൃഗങ്ങൾ ഈ മൃഗശാലയിലുണ്ട്. അങ്ങനെ മാനുകൾക്കാണ് ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്. അവർക്ക് ക്ഷയരോഗമുണ്ട്. അങ്ങനെ ക്ഷയരോഗം വന്ന് നിരവധി മാനുകൾ വർഷം തോറും മരിക്കുന്നുണ്ട്, ചത്തുപോകുന്നുണ്ട്. അങ്ങനെ അടക്കം ഗുരുതരമായ ക്ഷയരോഗമടക്കമുള്ള മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെയുള്ള മലിനജലമാണ് പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ മലിനജലമാണ് ഈ പൊതു അഴുക്കുചാലിലേക്ക് എത്തുന്നത്. ഏതാണ്ട് ഒരു വർഷം കണക്ക് പ്രകാരം 14 ലക്ഷത്തോളം സന്ദർശകരാണ് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തുന്നത്. അങ്ങനെ 14 ലക്ഷം സന്ദർശകരെത്തുന്ന മൃഗശാലയിൽ നിന്നാണ് ഇത്രയേറെ വലിയ മാലിന്യമെത്തുന്നത്. അതിന് പുറമെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ കൃത്യമായി ഗ്രീൻ പ്രോട്ടോകോൾ പോലും പാലിക്കാതെയാണ് മൃഗശാല പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലും സർക്കാരിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയില്ല. മാത്രവുമല്ല ഒരു നിയമങ്ങളും പാലിക്കാതെയാണ് മൃഗശാല പ്രവർത്തിക്കുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. തലസ്ഥാന നഗരിയിലെ നമ്മുടെ കാഴ്ചബംഗ്ലാവിന് മൃഗശാലയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെയാണത് പ്രവർത്തിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ നോട്ടീസുകളും എല്ലാ മുന്നറിയിപ്പുകളും അവഗണിച്ചുകൊണ്ടാണ് മാലിന്യ സംസ്കരണത്തിന് ഒരു പദ്ധതിയും ഇല്ലാതെ ആമയിഴഞ്ചാൻ തോട്ടിലേക്കടക്കം മലിനജലം ഒഴുക്കി കളഞ്ഞുകൊണ്ട് മൃഗശാല പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി റോഷി റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ